ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മധുരാണിന്ന് റവയുടെയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു, വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, റോസ്റ്റഡ് റവയാണ്. ഇനി ശർക്കര, 1/2 കപ്പ് ശർക്കരയാണ്, മറയൂർ ശർക്കര ചീകിയെടുത്തതാണ്. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ടുള്ളത്. ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒന്ന് ചൂടാവട്ടെ. റവ നെയ്യിൽ വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിം മതി. ഒന്ന് കളർ മാറി മൂത്ത് വന്നാൽ മാറ്റാം. റവ ഇത്തിരി വേവുകയും ചെയ്യും ഇങ്ങനെ നെയ്യിൽ കിടന്ന് ചൂടാകുമ്പോൾ. ഒരു ചെറിയ മുറി നാളികേരം ചെരുകിയത്. നാളികേരം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർക്കാം. തൊലിയോടുകൂടി തന്നെ പൊടിച്ചതാണ്. ഏലത്തരി മാത്രമായിട്ടാണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. 10 ആൽമണ്ട് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, അതും കൂടി ചൂടാകട്ടെ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒന്ന് മാറ്റാം. പാനിലേക്ക് 1/2 കപ്പ് ശർക്കരയോടൊപ്പം ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അലിയിക്കാം. തിള വന്നാൽ അരിച്ചെടുക്കാം. നൂൽപ്പാകം ആവണ്ട, നല്ലോണം തിളച്ച് കിട്ടിയാൽ മതി. വറുത്ത് വെച്ച റവയിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കാം. ചൂടോടെ തന്നെ ശർക്കരപ്പാനി ചേർത്തിട്ട് ആദ്യം സ്പൂൺ കൊണ്ട് യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിന് മാത്രം പാല് ചേർക്കാം. പാല് കൂടിയാൽ ഉരുട്ടുമ്പോൾ ശരിയാവില്ല. ഉരുട്ടി നോക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടണം. ആ കണക്കിന് മാത്രമേ പാലൊഴിക്കാൻ പാടുള്ളൂ. കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കാം. ചൂടോടെ തന്നെ വേണം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാം. ഒരു കപ്പ് റവ കൊണ്ട് ഇത്ര വലിപ്പത്തിലുള്ള 10-15 റവയുണ്ട കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.